ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പാർവതി സൂക്ഷിക്കുന്ന രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി സുശീലയും ജാസ്മിനും പാർവതിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. എന്നാൽ പാർവതിയുടെ സാരിത്തും പഴിക്കുന്ന സുശീലയും ജാസ്മിനും ആ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അവർ പ്രതീക്ഷിച്ച സാധനത്തിന് പകരം പാർവതിയുടെ സാരിത്തുമ്പിലുണ്ടായിരുന്നത് ഒരു നാരങ്ങയായിരുന്നു. ആ നാരങ്ങ കാണുന്ന സുശീല ഒരു ഞെട്ടലോടെ ജാസ്മിനെ നോക്കിയിട്ട് ആ നാരങ്ങ പതിയെ അവിടെ തറയിലേക്ക് വെക്കുകയാണ്. ദേ, ഇവിടെ ഒരു നാരങ്ങ കിടക്കുന്നല്ലോ, ഇതെവിടുന്നാ എന്ന് സുശീല പറയുമ്പോൾ പാറു പറയുകയാണ്, ഇത് ഞാൻ എൻ്റെ സാരിത്തുമ്പി കെട്ടിയിട്ടതാണല്ലോ, ഇതെങ്ങനെ നിലത്ത് പോയി? എനിക്കറിയില്ല, ഇതിവിടെ നിലത്ത് കിടക്കുകയായിരുന്നെന്ന് സുശീല പറയുന്നു. തുടർന്ന് വിപിൻ ചോദിക്കുകയാണ്, അല്ല, നാരങ്ങ എന്തിനാ സാരിത്തുമ്പി കെട്ടിക്കൊണ്ട് നടക്കുന്നത്? അത് ഉദയനുരമ്മയുടെ പ്രസാദമാണ്. ഭർത്താവിൻ്റെ ആയുരാരോഗ്യ ദൈർഘ്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാ. ഞങ്ങൾ എന്നാ പോവുകയാണെന്ന് പറഞ്ഞ് സുശീലയും ജാസ്മിനും അവിടെ നിന്ന് പോകുമ്പോൾ വിപിൻ പറയുകയാണ്, അവരെന്തോ കാര്യമുണ്ടായിട്ടാ വന്നത്. പക്ഷെ അത് നടക്കാതെ പോയതിൻ്റെ നിരാശ അവരുടെ രണ്ടിൻ്റെയും മുഖത്തുണ്ട്. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. അപ്പച്ചി എൻ്റെ സാരത്തുമ്പിലെ കെട്ടഴിക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞതാ. തുടർന്ന് പാറു മനസ്സിൽ പറയുകയാണ്, അവർക്ക് വേണ്ടത് ചാവി കൊളുത്തിയിട്ടുള്ള ആ കൊലുസാണ്. അതെന്താണെങ്കിലും അവർക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഞാനത് അങ്ങനത്തെ രീതിയിലാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രഭാവതിയുമാണ്. സംസാരിക്കുന്നതിന് മുമ്പ് പ്രതാപൻ എഴുന്നേറ്റ് പോയി കതകിന് കുറ്റിയിടുകയാണ്. ഇനിയും ആ ജാസ്മിൻ വന്ന് വീഡിയോ എടുക്കില്ലെന്ന് ആര് കണ്ടു? എൻ്റെ പ്രതാപ, അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഇനി എങ്ങാനും വിശാലും അവളുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിലോ എന്ന് ഭയന്നായിരിക്കും അവൾ ആ വീഡിയോ എടുത്തു വെച്ചത്. നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന് അവൾ കരുതി കാണും. നമ്മൾ മൂന്നുപേരും ഒരേ വഞ്ചിയിലെ ആൾക്കാർ തന്നെയാ. ഒരാൾ വിചാരിച്ചാൽ മതി തോണി മുങ്ങാൻ. പക്ഷേ ഈ പ്രഭാവതി ആരാണെന്ന് അവൾക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് അവൾ എന്താണെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കുകയില്ല. തുടർന്ന് പ്രതാപം പറയുകയാണ്, എൻ്റെ ചേച്ചി, ഈ സ്വത്തുക്കളുടെ മേലുള്ള ആഗ്രഹങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഈ നൂറ്റാണ്ടിലെങ്ങും നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പ്രതാപ, നീ അല്പം ക്ഷമിക്ക്. ഇനിയുള്ള നീക്കങ്ങളൊക്കെ സൂക്ഷിച്ചാകണം, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും അഴിയെണ്ണേണ്ടതായി വരും. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. തൻ്റെ സാരിത്തുമ്പിൽ നിന്നും ആ കൊലുസെടുത്ത് ഒരു പെട്ടിയിലാക്കി അടച്ചു വെക്കുകയാണ് പാറു. തുടർന്ന് പാറു പറയുകയാണ്, ഗായത്രിയമ്മ പറഞ്ഞതുപോലെ സമയമാകുമ്പോൾ ഞാനിത് ഉപയോഗിക്കും. അതുവരെ ഉദയനുരമ്മേ, നീ തന്നെ ഇത് കാക്കണം. അത്രയും പറഞ്ഞ് പാറു ആ കൊലുസ് ഒരു പെട്ടിയിലാക്കി തൻ്റെ മേശയ്ക്കകത്തേക്ക് വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പല്ലവിയെയാണ്. താഴേക്ക് ഇറങ്ങി വരുന്ന പല്ലവി വിപിനോട് തൻ്റെ ഇഷ്ടം എങ്ങനെ തുറന്നു പറയുമെന്ന് ആലോചിക്കുകയാണ്. അതേസമയം അവിടെ ഇരുന്ന് ആവി പിടിക്കുകയായിരുന്നു വിശാൽ. വിശാലിനെ വിപിനാണെന്ന് തെറ്റിദ്ധരിച്ച് പല്ലവി തൻ്റെ പ്രണയം തുറന്നു പറയാൻ ഒരുങ്ങുകയാണ്. അത് പിന്നെ, എനിക്ക് സാറിൻ്റെ സംസാരം ഇഷ്ടമാ, സാറിനോട് എനിക്ക് ബഹുമാനമാ എന്നൊക്കെ പറഞ്ഞ് പല്ലവി തൻ്റെ ഇഷ്ടം തുറന്നു പറയാനൊരുങ്ങുമ്പോൾ പല്ലവി എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പാറു വരികയാണ്. അതേസമയം തൻ്റെ തലയിൽ നിന്ന് വിശാലും ആ ഷീറ്റ് മാറ്റുമ്പോൾ വിശാലിനെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് പല്ലവി. എന്താ പല്ലവി, നീ എന്താ പറയാൻ വന്നത് എന്ന് പാറു ചോദിക്കുമ്പോൾ ഇവള് കുഞ്ഞു കുട്ടികളെ പോലെ എന്തൊക്കെയോടെ നിന്ന് പിച്ചും പെയ്യും പോലെ പറയുന്നുണ്ടായിരുന്നെന്ന് വിശാലും പറയുന്നു. അത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്താടി, നീ എന്താ പറയാൻ വന്നതെന്ന് പാറു ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് പോകുന്നു. അവൾക്ക് ഈ വീട്ടിൽ അല്പം സ്വാതന്ത്ര്യം കൂടുന്നുണ്ട്. എനിക്കിപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അവളെ ഞാനിന്ന് ശരിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പാറു പല്ലവിയുടെ അടുത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. ജാസ്മിൻ ജയിലിലുള്ള ജീതിനെ വിളിക്കുകയാണ്. ഏട്ടാ, കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ട് പോകുന്നത് പോലെയാ തോന്നുന്നത്. പാർവതിക്ക് ഇപ്പോൾ സ്ഥാനമാനങ്ങൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പാർവതി ഇപ്പോൾ ഗായത്രി ഗ്രൂപ്പ്സിൻ്റെ ചെയർപേഴ്സണാണ്. കൂടാതെ പണ്ടത്തെ പോലെയൊന്നുമല്ല അവള്. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ അവള് തിരിച്ചു പറയാനും തുടങ്ങിയിരിക്കുന്നു. എനിക്ക് എന്ത് ചെയ്യുമെന്നറിയില്ല. അവളെ അങ്ങ് തീർത്ത് കളഞ്ഞാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇത് കേൾക്കുന്ന ജിതിൻ പറയുകയാണ്, ജാസ്മിൻ, ഇതൊന്നും ഫോണിൽ കൂടി സംസാരിക്കാൻ പറ്റിയതല്ല. നീ ഒരു കാര്യം ചെയ്യ്, പറ്റുമെങ്കിൽ നാളെ തന്നെ അവിടെ ആരും അറിയാതെ എന്നെ വന്ന് കാണാൻ നോക്ക്. ശരിയേട്ടാ, ഞാൻ നാളെ തന്നെ വരാമെന്ന് പറഞ്ഞ് ജാസ്മിൻ കോള് കട്ട് ചെയ്യുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ജിതിനെ കാണാൻ വേണ്ടി പുറത്തേക്കിറങ്ങുന്ന ജാസ്മിനെയാണ്. അതേസമയം സുശീലയും പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അല്ല ജാസ്മിൻ, നീ ഇതെവിടെ പോകുന്നെന്ന് സുശീല ചോദിക്കുമ്പോൾ അത് പിന്നെ സെൻട്രൽ പ്ലാസയിൽ ഷോപ്പിങ്ങിന് പോവുകയാണെന്നും എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റിംഗ് ആണെന്നും ജാസ്മിൻ പറയുന്നു. എന്നാൽ ഞാനും കൂടി വരാമെന്ന് സുശീല പറയുമ്പോൾ അതൊന്നും വേണ്ടെന്നും എൻ്റെ ആൻറ്റി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ജാസ്മിൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ജാസ്മിൻ്റെ പിന്നാലെ അവൾ അറിയാതെ പിന്തുടരുകയാണ് മണിക്കുട്ടൻ. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ്. കമ്പനിയിലെ എന്തൊക്കെയോ ഫയലുകൾ നോക്കുകയായിരുന്നു വിശാൽ. അതേസമയം ഒരു ഫയലിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഫോട്ടോ കിട്ടുകയാണ് വിശാലിന്. ഗായത്രിയുടെ കാലിൻ്റെ ഫോട്ടോയായിരുന്നു അത്. അതേസമയം ഗായത്രിയുടെ കാലിൽ അണിഞ്ഞിരിക്കുന്ന കൊലുസ് ശ്രദ്ധിക്കുകയാണ് വിശാൽ. ഇത് അച്ഛൻ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത കൊലുസല്ലേ? ഇത് തന്നെയല്ലായിരുന്നോ അന്ന് കാട്ടിൽ പോയപ്പോൾ ആ പാമ്പ് പാർവതിക്ക് നൽകിയത്?
അത്രയും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ തൻ്റെ ഫോണിൽ എടുക്കുകയാണ് വിശാൽ. അതിനുശേഷം ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് വിശാൽ പറയുകയാണ്, അമ്മ എന്തൊക്കെയോ സൂചനകൾ തരികയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണെങ്കിലും ഇതിന്റെ രഹസ്യം ഞാൻ അധികം വൈകാതെ തന്നെ കണ്ടെത്തിയിരിക്കും അമ്മേ. അതിനുവേണ്ടിയല്ലേ അമ്മ ആ കൊലുസ് പാർവതിയെ ഏൽപ്പിച്ചത്. എന്താണെങ്കിലും അമ്മയുടെ രഹസ്യം ഈ മകൻ കണ്ടെത്തിയിരിക്കും. ഇത് ഈ മകൻ അമ്മയ്ക്ക് തരുന്ന വാക്കാണ്. പിന്നീട് കാണിക്കുന്നത് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് തന്റെ മുറിയിൽ നിൽക്കുന്ന പാർവിനെയാണ്. അതേസമയം എടിയെന്ന് വിളിച്ചുകൊണ്ട് പ്രഭാവതി അങ്ങോട്ടേക്ക് വരികയാണ്. നിന്റെ മനസ്സിൽ ഇത്ര കുശുമ്പുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ എത്ര പെട്ടെന്നാ എൻ്റെ മകനെ എൻ്റെ നേരെ തിരിച്ചത്. നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചത് ജാസ്മിൻ രഹസ്യമായി വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അത് വിശാൽ സാറിനോട് പറയണമെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ പറഞ്ഞത്. തുടർന്ന് പ്രതാപം പറയുകയാണ്, ആ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഗായത്രി ചേച്ചിയോടും ഈ വീടിനോടും എന്തോരം ഇഷ്ടമുണ്ടെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, ഗായത്രി ദേവിയെ ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെയാ കാണുന്നത്. വിശാലിനെ എൻ്റെ സ്വന്തം മോനായിട്ടും ഇതിൻ്റെ ഇടയ്ക്ക് നീ കുറുകെ നിൽക്കാൻ നോക്കരുത്. ഇനിയും ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ നിന്റെ ഭാഗത്തുനിന്നുണ്ടായാലേ ഈ പ്രഭാവതിയുടെ തനി സ്വരൂപം നീ കാണും പാർവതി. ഇത് കേൾക്കുന്ന പാറു ഒരു ഞെട്ടലോടെ പ്രഭാവതിയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.